സ്നേഹമുള്ള സഹോദരങ്ങളെ, പ്രഭാതവന്ദനം. ഇന്നത്തെ സുവിശേഷം നമ്മോട് പറയുന്നത് നമ്മൾ ഓരോരുത്തരും കടന്നു പോകേണ്ട വഴികൾ എങ്ങനെയാക്കി തീർക്കണം എന്ന് മനസ്സിലാക്കി തരുവാനാണ്. വിപരീതങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ നമ്മൾ തകർന്നു പോവുകയാണ്. എന്നാൽ ഈശോ നമ്മെ ശക്തരാക്കാൻ ഒരു കാര്യം പറയുകയാണ്. മനുഷ്യപുത്രൻ എല്ലാവരിൽ നിന്നും പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വരും, മരിക്കും, എന്നാൽ അവൻ 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കും. ഈ ഒരു പ്രത്യാശ നമുക്ക് നൽകുകയാണ് ഈശോ. ഇതും കടന്നു പോകും എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ പലരും ഇവിടെ കുടുങ്ങിപ്പോവുകയാണ്. സ്നേഹമുള്ള സഹോദരങ്ങളെ, പ്രത്യാശയാണ് നമ്മെ നിരാശരാക്കാത്തത്. അതുകൊണ്ട് ഏത് പ്രതിസന്ധിയിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക, ഇതും ഒരിക്കൽ കടന്നു പോകും. ഈശോ പഠിപ്പിച്ചതാണ്. മനുഷ്യപുത്രന് പീഡകൾ സഹിക്കേണ്ടി വരും, മരിക്കും, എന്നാൽ അവൻ ഉയർക്കും. കാരണം അവനെ ഉയർപ്പിക്കുവാൻ ദൈവം ശക്തനാണ്. നമ്മെയും ഉയർത്തുവാൻ ഈശോ ശക്തനാണ് എന്ന ചിന്ത നമ്മെ ഭരിക്കട്ടെ. അതിനായി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയെ സഹായിക്കണേ. വിശുദ്ധ യോസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും സ്നേഹവും ശക്തിയും കൃപയും എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നിങ്ങൾ ഏവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അഗ്നിയാൽ നിറയ്ക്കണമേ, അഭിഷേകമായി നിറയണമേ. അഗ്നിയാൽ അഭിഷേകം ചെയ്തന്നെ പുതുജീവനേ കിടണേ. അഗ്നിയാൽ നിറയ്ക്കണമേ, അഭിഷേകമായി നിറയണമേ. അഗ്നിയാൽ അഭിഷേകം ചെയ്തന്നെ പുതുജീവനേ കിടണേ. ആത്മാവേ തീനാളമായി ദാസരിൽ വന്നു നിറയണമേ. ആത്മാവേ തീനാളമായി ദാസരിൽ വന്നു നിറയണമേ. അഭിഷേകമായി അനുദിനവും അരൂപിയെ പറന്നിറങ്ങണമേ. അഭിഷേകം